നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അതാണ് ഞാൻ ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഫേസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ സമ്മറൊക്കെ അല്ലേ, നമുക്ക് ക്യാഷ്വലായിട്ട് പുറത്ത് പോകുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. ആക്ച്വലി സമ്മർ ടൈമിൽ നമ്മൾ മേക്കപ്പിനേക്കാളും സ്കിൻ കെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാനിത് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. യൂഷ്വലി ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ്. നമ്മൾ യൂഷ്വലി രാവിലെ എണീക്കുമ്പോൾ ഫേസ് വാഷ് ചെയ്യാറുണ്ട്. ഈ ഒരു സമ്മർ ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ക്ലൻസർ അങ്ങനെ അധികമായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വെറുതെ വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലെൻസിങ് ഒക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ്. ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് കേട്ടോ, എനിക്ക് ആക്നി മാർക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കതാണ് വർക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോണർ, ഏതെങ്കിലും ഒരു ടോണർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന പറഞ്ഞാൽ യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ള പ്ലമ്മിൻ്റെ ഈ ഒരു ഗ്രീൻ ടീ ടോണറാണ്. ഇനി നിങ്ങളുടെ ടോണർ സ്പ്രേ ബോട്ടിലൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ കോട്ടൺ പാഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടോണർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫേസ് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ആവും. നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഡേർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു pH ലെവലൊന്ന് ബാലൻസ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിനും നമ്മുടെ സ്കിൻ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടുള്ള ഒരു ടോണർ സെലക്ട് ചെയ്യുക. അപ്പോൾ ആക്നി പ്രോൺ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ടോണറാണ്. ഏത് ടോണറാണേലും ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സീറമൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാനതൊക്കെ നൈറ്റ് ടൈമിലാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഒരു നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് നമ്മൾ സ്കിന്നിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഓയിലി സ്കിന്നാണെങ്കിൽ ഈ ഒരു സമ്മർ ടൈമിൽ മോയ്സ്ചറൈസറൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഓയിലി സ്കിന്നാണെങ്കിൽ കുറച്ച് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും യൂസ് ചെയ്യാണ്ടിരിക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലിപ്സിൻ്റെ കാര്യം കൂടി മറക്കണ്ട. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെയ്ഗയുടെ ലിപ് ബാമാണ്. കറണ്ട് ഫേവറേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയാം. ഇത് വാങ്ങിയ അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഇത് ഒരു ദിവസം പോലും യൂസ് ചെയ്യാണ്ടിരുന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അതെ, ഇപ്പോൾ ഇത്രയായി കേട്ടോ. ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, അടിപൊളിയാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു സമ്മർ ടൈമിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രോഡക്റ്റ് സൺസ്ക്രീൻ. ഓക്കെ, അപ്പോൾ ഓയിലി കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിക്ക്, ഇതുപോലുള്ള സൺസ്ക്രീൻ സ്റ്റിക്ക് ഉണ്ട്. ഇത് നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഇത് താങ്ക് യു ഫാമിൻ്റെ ആണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഓക്കെ, ഇത് 2300 400 റേഞ്ചൊക്കെ വരുന്നുണ്ട് ഈ പ്രോഡക്റ്റ്. പക്ഷെ നമുക്ക് ഇന്ത്യൻ ബ്രാൻഡ്സിലൊക്കെ നല്ലതുണ്ട് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ ഒക്കെ ഒരു സ്റ്റിക്ക് ഉണ്ട്. അത് സെയിം ഇതുപോലെ തന്നെ, ഇതിൻ്റെ ഡ്യൂപ്പ് മാതിരിയാണ്, സെയിം കളർ സെയിം പാക്കേജിങ്ങിൽ വരുന്നൊരു പ്രോഡക്റ്റാണ്. എനിക്കിപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയുള്ള സ്റ്റിക്ക് സൺസ്ക്രീനാണ് എനിക്കിഷ്ടം. നമ്മുടെ യൂഷ്വലി വരുന്ന ക്രീമിനേക്കാളും നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പിന്നെ എന്താ പറയുക, സ്കിന്നിൽ വളരെ ലൈറ്റായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നോ ഒന്നും തോന്നില്ല അങ്ങനെ. അപ്പോൾ ഇനി അടുത്ത നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, 2-3 പ്രോഡക്റ്റ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ത്രിതത്തിൻ്റെ ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്ലോയി ലുക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലിക്വിഡ് ഫോമിലുള്ള ടിൻ്റ് എടുക്കാം. ഇനി അല്ല ഒരു മാറ്റ് ഫിനിഷാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മാമാഅർത്തിൻ്റെ ഒക്കെ ഉണ്ട്, അതുപോലുള്ള ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ഉണ്ട്, അതെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു
ലിക്വിഡ് ഫോമിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് ഡോട്ട് മതിയാവും കേട്ടോ, കാരണം ഇത് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വേണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ലിക്വിഡ് ഫോം ആയതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഈ ഇതിനെ തന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ചെയ്ത് വിട്ടാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൺ കിസ്ഡ് ലുക്ക് എന്നൊക്കെ പറയില്ലേ, അത് കിട്ടും. ഓക്കെ, ഒരു നാച്ചുറലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നല്ല പോലെ ബ്ലെൻഡ് ചെയ്യണം. അതുപോലെ ഇങ്ങനെ ഈ നോസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക. കുറച്ച് നമുക്ക് ഈ ചിന്നിൻ്റെ അവിടെയും ഒക്കെ ബാക്കിയുള്ളത് മതി കേട്ടോ. കൂടുതലായിട്ട് ഓവറായിട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ഒരു കോമ്പാക്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇബയുടെ കോമ്പാക്റ്റാണ്. ഏതേലും കോമ്പാക്റ്റോ ലൂസ് പൗഡറോ എന്ത് വേണേലും എടുക്കാം. മാക്സിമം ഫൗണ്ടേഷനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷിലെടുത്തിട്ട് നമ്മൾ ഒന്ന് ഓവറായിട്ട് ലെയർ ചെയ്യല്ലേ, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വിട്ടാൽ മതി. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് കവറേജ് വേണം എന്നുണ്ടെങ്കിൽ ഒരു BB ക്രീമോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക, പൗഡർ ഫൗണ്ടേഷൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഇനി ഐ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ചിലപ്പോൾ ചെയ്യും, ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കും, ചിലപ്പോൾ ഒന്നും ചെയ്യാറുമില്ല. ഓക്കെ, ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ടിൻറ്റ് വെച്ചിട്ട് ഐ ഷാഡോ മാത്രം ഇട്ട് വിടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് ഫിനിഷ് ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു കറൻറ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൂടി കാണിച്ചതാണ്. 09 ക്യൂട്ട് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. നല്ല ഒരു എവ്രിഡേ ഷെയ്ഡാണ് കേട്ടോ, നല്ല രസമുള്ള ഷെയ്ഡാണ്. അപ്പോൾ നല്ല മാറ്റ് ഫിനിഷാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സിമ്പിളായിട്ടുള്ളൊരു എവ്രിഡേ ലുക്കാണ്. ഞാൻ ഐബ്രോസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പാർലറിൽ പോയി ഒന്ന് ഷേപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൈവച്ചിട്ടില്ല. ഓക്കെ, ബാക്കിയൊക്കെ ഇത് തന്നെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം പ്രോഡക്ട്സ് കുറച്ച് യൂസ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ചെറിയ ചെറിയ പോയിൻറ്റ്സൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. മാക്സിമം നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ പ്രോഡക്ട്സ് കുറവ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫ്രഷ് ലുക്ക്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.